വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലൂപ്പിംഗ് ഡേയ്സ്. ഇന്ന് ഫസ്റ്റ് സ്കാനിങ് ഡേ ആണ്. ഫസ്റ്റ് സ്കാനിങ് 3rd മന്തിലുള്ള ഫസ്റ്റ് സ്കാനിങ് NT സ്കാനിങ് അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ദൂരമൊന്നുമല്ല, പയ്യോളി ടൗണിൽ നിന്ന് തന്നെ ചെയ്താൽ മതി. ഡോക്ടർ നമ്മൾ കാണിച്ചത് കൊയിലാണ്ടി, അപ്പോൾ പയ്യോളി ടൗണിൽ നിന്ന് തന്നെ ചെയ്താൽ മതി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ പയ്യോളി എത്തി. പയ്യോളീൻ്റെ റോഡ് പണി തുടങ്ങിയവരുള്ള പയ്യോളീൻ്റെ അവസ്ഥയാണിത്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും എപ്പോഴും. റോഡ് കണ്ടോ, റോഡ് ഫുൾ പോക്കാം. മേലെയാ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു. റിസൾട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡബിൾ മാർക്കർ കിട്ടും. ബുധനാഴ്ച. അപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പയ്യോളിയിലെ ഫേമസ് വടക്കണ്ണൻ എന്ന് പറയുന്നൊരു പീടികയിൽ തമിഴ്നാട് വടയൊക്കെ കഴിച്ച് അച്ഛനും അമ്മയ്ക്കും പാർസലൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാം. വേഗം തന്നെ കഴിഞ്ഞിട്ട് സ്കാനിങ് ഒക്കെ. ഞങ്ങളവിടെ എത്തുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബുക്കിംഗ് ടൈം ആയിരിക്കുന്നു. അപ്പം തന്നെ വിളിച്ചിക്ക്. പിന്നെ സ്കാനിങ് എന്ന് പറയുന്നൊരു സാധനം എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ വേറെ ഒരു രോഗത്തിനോ ഇതുവരെ അങ്ങനെ സ്കാനിങ് പ്രോസസ്സിൽ ഞാൻ നിന്നോടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയത് എനിക്കൊരു പേടിയായിരുന്നു. ശരിക്കും ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ വേർത്ത് കുളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നെ. എന്താ വെച്ചാൽ ഇനി പ്രശ്നം ഉണ്ടാവില്ല, ഇനി അറിയാലോ എന്താ സംഭവം. ഇപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിക്കല്ലേ ഉള്ളൂ. നമുക്ക് ഗേറ്റ് അടവാണ്. കുറേ ടൈം എടുത്തിക്കില്ലേ ഞാൻ കയറിയിട്ട് സ്കാനിങ്ങിൻ്റെ അടുത്തുനിന്ന് വരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ ആക്കിക്കന്നെ എനിക്കിന്ന് മനസ്സിലാക്കില്ല എന്താക്കിയതാണ്. അതിൽ ഞാൻ വന്നത് ശരിക്കും ഒരു വേർത്ത് കുളിച്ച് സെറ്റായിട്ടാണ്. പിന്നെ ഞാൻ നോക്കിയായി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇപ്പം എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് എനിക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ 3 ദിവസം എടുക്കും. അതായത് ബുധനാഴ്ചയെ കിട്ടും. കാരണം നാളെ ഇന്ന് ഫ്രൈഡേ ആട്ടോ. ബ്ലഡ് ടെസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നോട് ഒരു പ്രത്യേകം പറഞ്ഞെന്താ നല്ല കുറച്ച് വേദനയാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെയിന് കിട്ടാത്തതുകൊണ്ട് ഈ സൈഡിൽ നിന്നാണ് വെയിൻ എടുക്കുക. ഈ സൈഡ് അപ്പോൾ നോർമലി നമുക്ക് ഇവിടെ നിന്നല്ലേ എടുക്കുക. അപ്പോൾ അവിടെ വെയിനില്ലാത്തതുകൊണ്ട് ഈ സൈഡിൽ നിന്ന്. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞിട്ട് കുറച്ച് വേദനയാവുമെന്ന്. ഗേറ്റ് തുറന്നു. പക്ഷെ എനിക്ക് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു വേദന ഇല്ലേനും. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. വെച്ചാൽ ഞാൻ അങ്ങനെ കൈയും കാലൊക്കെ ഇട്ടിട്ട് കളിച്ചിട്ട് ഇപ്പം ഞാൻ വെയിറ്റ് കുറഞ്ഞു ഗൈസ്. 57 kg ആയി. 59 ആയിരുന്നു ഫസ്റ്റ്, ഇപ്പോൾ 57 ആയി. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എൻജോയ് ചെയ്യാൻ പോവാണ്. വ്ളോഗൊന്നുമല്ല, ഒരു ചെറിയ ഒരു സ്കാനിങ്, 3rd സ്കാനിങ്ങിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്
നമ്മൾ എടുത്തു വെക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കാണിക്കണം എന്നോ അതൊന്നും വിചാരിച്ചിട്ടല്ല. ആക്ച്വലി നമുക്കൊരു ഓർമ്മയാണല്ലോ ഇത്. ഇപ്പോൾ കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിക്ക് കാണുമ്പോൾ അച്ഛനും അമ്മയും സ്കാനിങ്ങിന് പോയത് കാണുമ്പോൾ ഒരു രസമല്ലേ? അതന്നെ. ഏറ്റെടുക്കലൊന്നുമില്ല. ഞാൻ ഉണ്ടെങ്കിലേ എടുക്കൂ. കാരണം ഞാൻ സ്കാനിങ്ങിന് പോയതിനു ശേഷം ഒന്നും ഏട്ടൻ വീഡിയോ എടുത്തിക്കൊന്നുമില്ല. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഏട്ടന് വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കാം. പക്ഷെ അത് ഏട്ടൻ എടുത്തിക്കില്ല. എടുത്തിക്കോ? എന്നാൽ ഏട്ടൻ എടുത്തിക്ക് പോലെ. അപ്പോൾ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബായ്. എല്ലാവരും വീട്ടിലെത്തിയിട്ടോ? ഞാനിപ്പോൾ എത്താനായിട്ടോ. ഇപ്പം ഇയാൾ തന്നെ ആയതുകൊണ്ട് കണ്ട സിമ്പിൾ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ബായ്.